ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മുട്ട കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മഞ്ചൂരിയനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് കാണാം. എഗ്ഗ് മഞ്ചൂരിയന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മുട്ട എടുക്കാം. അപ്പോൾ ഇനി ഈ മുട്ട നമുക്ക് ഓരോ മുട്ടയും ഒരു 4 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു എംറ്റി ബോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2 സ്പൂണ് കോൺസ്റ്റാർച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചിടാം. ഞാനൊരു പച്ചമുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒരു കുഴമ്പൻ പാകത്തിലാണ് നമ്മളിത് ആക്കിയെടുക്കേണ്ടത്. കാരണം ഇതിലേക്കാണ് നമ്മൾ മുട്ടയിട്ട് കോട്ടിങ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മുട്ടയിട്ട് ആദ്യം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഒഴിച്ച് വേണം ചെയ്തെടുക്കാൻ. ഒത്തിരി ലൂസായി പോകരുത്. ആ ഒരു പാകത്തിന് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഇതിൻ്റെ മിക്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതേ ലൂസിലാണ് ആക്കിയിരിക്കുന്നത്. ഒത്തിരി കട്ടിയായിട്ടില്ല, എന്നാൽ ഒത്തിരി ലൂസും ആയിട്ടില്ല. ഇനി നമുക്കിവിടെ നമ്മുടെ പാൻ അടപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് കട്ട് ചെയ്ത മുട്ട ഇതിലിട്ട് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ച് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി മുട്ട ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മുട്ട ഇതേ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഞാനിത് ഞാൻ ആക്കി വെച്ചിരിക്കുന്ന മിക്സിയിൽ മുക്കി ഇതിലേക്ക് എടുത്തിടുകയാണ്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. 2 വശവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ മുട്ട ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുട്ടകളും കൂടെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഇതിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എണ്ണയൊന്നും ഒട്ടും കുടിക്കത്തില്ല ഈ മുട്ട ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. മുട്ട എണ്ണയിൽ വറുക്കുന്നതാണ് ഹെൽത്തി അല്ല എന്നൊന്നും ചിന്തിക്കേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ചും പിള്ളേർക്ക് മുട്ട കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ചോറിനും കറിയായി, അവർ പെട്ടെന്ന് കഴിക്കുകയും ചെയ്തോളൂ. ഇനി ബാക്കിയുള്ള മുട്ടകളും കൂടെ നമുക്കിതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാനിൽ നിന്ന് എക്സ്ട്രാ ഉള്ള എണ്ണ മാറ്റി കുറച്ച് എണ്ണ ഞാനിതിൽ ബാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവാള അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഉള്ളി ഇവിടെ ചെറുതായിട്ട് ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു സ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മുട്ടയ്ക്കുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു ഗ്രീൻ ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്.
അപ്പം നമ്മുടെ ക്യാപ്സിക്കം ഉള്ളിയൊക്കെ ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി സോസുകൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്ന സോയാ സോസ്. 2 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഞാൻ 1 സ്പൂണ് ചില്ലി സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് 1 സ്പൂണ് ടൊമാറ്റോ പേസ്റ്റ്. നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ മുട്ടയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ആ സെയിം മിക്സ് കുറച്ച് 2 സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുട്ട ഈ മസാലയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു കറിയാണിത്. ഡ്രൈ ഫ്രൈ കറി എന്ന് വേണമെങ്കിൽ നമുക്കിതിന് പറയാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മൾ എത്ര പെട്ടെന്നല്ല ഒരു എഗ് മഞ്ചൂരിയൻ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത്. വെറും 10 മിനിറ്റ് കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയത്. വളരെ ടേസ്റ്റിയാണ് താനും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.